എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് മുംബൈ സിറ്റി മത്സരം കണ്ട് മുംബൈ ആരാധകർ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം 90 മിനിറ്റ് വരെ ആരാധകരും പ്ലേയേഴ്സും ഒരു റെസ്റ്റും എടുക്കാതെയാണ് കളിക്കളത്തിൽ നിറഞ്ഞു നിന്നത്. കൂടാതെ മുംബൈ സിറ്റിയുടെ താരങ്ങൾക്കെല്ലാം അടിപതറാൻ കാരണമായതും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയാണ്. ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധക കൂട്ടായ്മയെ കണ്ടുകൊണ്ട് മുംബൈയുടെ കോച്ച് വരെ കണ്ണു തള്ളിപ്പോയിരുന്നു. കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം എന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് അനുകൂലമായ മത്സരമായിരിക്കുമെന്ന് നമുക്കറിയാം. 40,000-ത്തിലധികം ജനപ്രവാഹമാണ് ഇന്നലെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തനിക്ക് ആദ്യമായിട്ടാണ് എന്നും കൂടാതെ ആരാധകരുടെ ആവേശം എന്നെ അത്ഭുതപ്പെടുത്തി എന്നുമാണ് മുംബൈ കോച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വിശദമായി കൊണ്ട് കോച്ചിന്റെ ആ ഒരു വാക്കുകളിലേക്ക് ഒന്ന് കടക്കാം. ഏകദേശം 40,000-ത്തോളം ആരാധകരുണ്ടായിരുന്നു അവിടെ. അവർ എല്ലാ സമയവും ഒരു മിനിറ്റ് റെസ്റ്റ് പോലും എടുക്കാതെ അവരുടെ ടീമിനെ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ഒരു സന്ദർഭമാണ് നമ്മളെ ഫുട്ബോൾ കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും ഇതൊക്കെ കാണാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ആരാധക കൂട്ടായ്മയെ ഞാൻ കണ്ടത്. ഇതുപോലുള്ള കൂടുതൽ ആളുകളെയാണ് നമുക്ക് ആവശ്യമുള്ളതും. ഇങ്ങനെയെല്ലാമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധക കൂട്ടായ്മയെ കുറിച്ച് മുംബൈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ആദ്യമായിട്ടൊന്നുമല്ല എന്നത്. കാരണം ഇത്രയും കാലം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന കോച്ചുമാരും കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെതിരായി കളിച്ച പ്ലേയേഴ്സും എല്ലാം കൊച്ചിയിലെ സ്റ്റേഡിയം കണ്ട് അന്താളിച്ചു നിന്ന് പോയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം എടുത്തു പറയേണ്ടിയിരുന്നത് ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് മുംബൈ സിറ്റി മത്സരമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മഞ്ഞ കടലായിരുന്നു ഇന്നലെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും മുംബൈ പരിശീലകന്റെ ഇത്തരത്തിലുള്ള ഒരു വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലുള്ള ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.